നഗ്നമായ മേനിയിലെ മുറിവുകളിൽ നിന്നും രക്തം കിനിഞ്ഞ് വേദന സഹിക്കാൻ വയ്യാതെയായപ്പോഴാണ് ബോധം വീണത്. പെട്ടെന്നൊന്ന് ഭയന്നുപോയി. പോത്സെരി. അടുത്തു കിടക്കുന്ന അപരിചിതൻ ആരാണ്? പതിയെ പതിയെ ഓർമ്മകൾക്ക് തെളിച്ചം വന്നു. ഇന്നലെ തന്നെ വിവാഹം കഴിച്ച ആളാണ് അടുത്ത് കമിഴ്ന്നു കിടന്നുറങ്ങുന്നത്. ഇയാളെയാണോ താൻ സ്നേഹിക്കേണ്ടത്? ഇയാളുമായാണോ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കേണ്ടത്? ഓർത്തപ്പോൾ തലപ്പെരുക്കുന്നു. ഇന്നലെ അയാൾ കാണിച്ച ക്രൂരതയോർക്കുമ്പോൾ ഹൃദയം പൊടിഞ്ഞ് അതിൽ നിന്നും രക്തം പൊടിയുന്നു. ക്രൂരമായ ആക്രമണങ്ങൾക്ക് ശേഷം എഴുന്നേറ്റിലെത്തിയിട്ട അയാളുടെ വികൃതമായ മുഖം ഓർക്കുമ്പോൾ അറപ്പു തോന്നുന്നു. നഗ്നമായി പിച്ചു ചീന്തപ്പെട്ട എന്റെ ശരീരം വലിച്ചിഴച്ചു അയാൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ കൊതിച്ചു മുറിവുകളിൽ മരുന്നു പുരട്ടാനാവുമെന്ന്. പക്ഷേ തന്നിലെ പെണ്ണിന്റെ പരിശുദ്ധി അളക്കുകയായിരുന്നു അയാളെന്ന് പിന്നീട് മനസ്സിലായി. ആക്രമിച്ച് കീഴടക്കിയ പെണ്ണിന്റെ രക്തം കണ്ട് അയാൾ പൊട്ടിച്ചിരിക്കുമ്പോൾ മരിച്ചുപോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചുപോയി. എന്നിട്ടും അയാൾക്ക് മതിയായില്ല. പിന്നീട് വാക്കുകൾ കൊണ്ടായി ആക്രമണം. ഒരു പുതപ്പെടുത്ത് ശരീരം മറയ്ക്കാൻ പോലും അശക്തിയായ എന്നെ നോക്കി ക്രൂരമായി അയാൾ പറഞ്ഞു. പെണ്ണു കാണാൻ വന്നപ്പോൾ നീ എന്താ പറഞ്ഞത്? നീ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നോ? അവനുമായി എല്ലാം പങ്കുവെച്ചതാണെന്നോ? എല്ലാം കൊടുത്താണെങ്കിൽ പിന്നെ എങ്ങനാടി ഈ രക്തം വന്നത്? കവിളിൽ കുത്തിപ്പിടിച്ചു അയാൾ എന്റെ ചെവിയിൽ മുരളുമ്പോൾ കണ്ണുനീർ പോലും വരാത്തൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. കൊറോണ കാരണം ഗൾഫിലെ ജോലി പോയി വെറും കൈയോടെ തിരിച്ചു വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ എനിക്കൊരു PT വളളി വേണമായിരുന്നു. നിന്റെ ആലോചന വന്നപ്പോഴേ എന്റെ കണ്ണിൽ തെളിഞ്ഞത് നിന്റെ അപ്പൻ തരാമെന്ന് പറഞ്ഞ 30 പവനും 5 ലക്ഷം രൂപയുമാ. അത്രയും കൊണ്ട് ഇനി മുന്നോട്ടൊരു ജീവിതം തുടങ്ങാമെന്ന് കണക്ക് കൂട്ടിത്തന്നെയാണ് ഞാൻ നിന്നെ കാണാൻ വരുന്നത്. പക്ഷേ നിന്നെ കണ്ട ആ നിമിഷം കാശിത്തിരി കുറഞ്ഞാലും നിന്നെ തന്നെ കെട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. കൂട്ടുകാർക്കിടയിൽ നിന്നെപ്പോലെ ഒരു ചരക്കിന്റെ ഭർത്താവെന്ന് പറയുന്ന അഭിമാനം അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ ഒരു കരച്ചിലും ഒരു ഉണക്കപ്രേമത്തിന്റെ കഥയും. ഇന്നത്തെ കാലത്ത് പ്രേമിക്കാത്ത ഒരു പെണ്ണിനെ കെട്ടണമെന്ന് വെച്ച് നിന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോകത്തേയുള്ളൂ. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. പിന്നെ നീ പറഞ്ഞ കന്യാകത്വം, ഞാനും അത്ര നല്ലവനല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. എല്ലാം ഉറപ്പിച്ച് വാക്കുകൊടുത്തിട്ടാ ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് നിന്നെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ ഇങ്ങനൊരു ലോട്ടറി കൂടിയാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ചേട്ടനിഷ്ടമായി. ക്രൗര്യത നിറഞ്ഞ വാക്കുകളാൽ അയാൾ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിനെയും ശരീരത്തെയും കീറി മുറിച്ചുകൊണ്ടിരുന്നു. ശരീരത്തിലെ ഓരോ മുറിവുകളിൽ നിന്നും രക്തം കിനിയുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലെ വിളളലുകളിൽ നിന്നും രക്തം പൊട്ടിയൊഴുകിക്കൊണ്ടിരുന്നു. അപമാനത്തിന്റെയും വേദനയുടെയും ആ രാത്രിയിൽ വീണ്ടും അയാൾ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു കല്ലായി മാറിയിരുന്നു. കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്.